ദിശാബോധം നഷ്ടപ്പെട്ട വിമത പ്രസ്ഥാനം എത്രയും വേഗം ഇപ്പോഴത്തെ കോപ്രായങ്ങൾ അവസാനിപ്പിക്കുകയല്ലേ നല്ലതെന്ന് എറണാകുളത്തെ സീനിയർ വൈദികൻ. കഴിഞ്ഞ 6 വർഷമായി എറണാകുളം അതിരൂപതയെ കലാപകലുഷിതമാക്കിയ വിമത പ്രസ്ഥാനം ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി പറയുന്നു. സഭാസ്ഥാപനങ്ങളിൽ നിന്ന് അവിഹിതമായി സംഭരിക്കുന്ന പണവും സഭാവിരുദ്ധ ശക്തികൾ നിർലോഭം ഒഴുക്കുന്ന പണവുമാണ് പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് നെല്ലിശ്ശേരി അച്ഛൻ ചൂണ്ടിക്കാട്ടുന്നു. 2 തലത്തിലും അന്വേഷണം ആരംഭിച്ചു എന്നതാണ് പ്രസ്ഥാനത്തിനേറ്റ പ്രഹരം. ആഭ്യന്തര ഊറ്റലിന്റെ നല്ല ഉദാഹരണം കൊരട്ടിപ്പള്ളിയാണ്. അവിടുത്തെ കണക്കുകൾ ഇപ്പോൾ കൂരിയ നിയമിച്ച 5-അംഗ സമിതി അന്വേഷിക്കുകയാണ്. ലിസി ആശുപത്രി, ഭാരതമാതാ കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ അന്വേഷണം പിന്നാലെ വരും. ബാഹ്യ സ്രോതസ്സുകളിൽ നിന്നുള്ള പണമൊഴുക്ക് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ടെന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം. അതോടൊപ്പം നിലവിലുള്ള കൂരിയായുടെ ശക്തമായ നിലപാടുകളും കുറച്ചൊന്നുമല്ല വിമതരെ അസ്വസ്ഥരാക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിമത പ്രസ്ഥാനം പൂട്ടിക്കെട്ടി രംഗത്തുനിന്ന് നിഷ്ക്രമിക്കുകയാണ് ഇവർക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത്. വിത്ഡ്രോ വിത്ത് ഗ്രേസ്, അതാണ് ഇവർ ചെയ്യേണ്ടത്. അത് ചെയ്യാനുള്ള ജാള്യമാണ് തടസ്സം. പുറത്തുള്ള തലതൊട്ടപ്പന്മാർ ചിലപ്പോൾ സമ്മതിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഇവർ ഇപ്പോൾ പേപിടിച്ച് ഓടി നടക്കുകയാണ്. ധിക്കാരം കാണിച്ച സഹവികാരിക്കെതിരെ മെത്രാൻ കർശന നടപടിയെടുത്തപ്പോൾ ഒരു കൂട്ടം വിമത പാതിരിമാരും ഗുണ്ടകളും വികാരിയച്ഛനെ വളഞ്ഞ് നടപടി പിൻവലിപ്പിക്കണമെന്ന് ആക്രോശിച്ചു. മാതാനഗറിലും ബസിലിക്കയിലും ചാർജ് എടുക്കാൻ പോകുന്ന വൈദികരുടെ സ്ഥലത്ത് പോയി ഗുണ്ടകൾ അവരെ ഭീഷണിപ്പെടുത്തുന്നു. അതിരൂപത ആസ്ഥാനവും റിന്യൂവൽ സെന്ററും ഉപേക്ഷിച്ചു. അവിടങ്ങളിൽ വിളയാട്ടം നടക്കുകയില്ല. പാലാരിവട്ടം വികാരിക്കും അധികാരികൾ കർശന നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അത് ധിക്കരിച്ചാൽ വികാരി വിവരം അറിയും. ഒരു വശത്ത് കൂരിയായെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറയും, മറുവശത്ത് കൂരിയ എന്തെങ്കിലും നടപടിയെടുത്താൽ അത് ശരിയായില്ല, തിരുത്തണമെന്ന് പറഞ്ഞു കരയും. തളിയനും വൈലിയും മുണ്ടാടനും ഒന്നും വീണ്ടും വിചാരപ്പെടുന്നത് നല്ലതാണ്. എത്രയും വേഗം ഈ കോപ്രായങ്ങൾ അവസാനിപ്പിക്കുകയല്ലേ നല്ലതെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി ചോദിക്കുന്നു.